തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം ദൈവം വിളിച്ച് അഭിഷേകം ചെയ്തവർക്ക് ഉള്ള വചനഭാഗമാണ്. ഒരർത്ഥത്തില് അഭിഷേകത്തെ കൂടുതൽ ആഴത്തില് അല്ലെങ്കിൽ കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ കാണേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കാണാം. അതായത് ഈ വചനഭാഗത്തിലൂടെ ഒന്ന് നമുക്ക് ഓടിച്ച് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാം. അവൻ പതിവനുസരിച്ച് എന്നാണ് പറയുക. ചില പതിവുകളെ നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. യേശുവിന്റെ പതിവുകള് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നു. അവൻ പതിവ് പോലെ പഠിപ്പിച്ചു, പതിവ് പോലെ അവൻ തിരുനാളിന് പോയി, പതിവ് പോലെ അവൻ ദേവാലയത്തിൽ സാബത്ത് ദിവസം ദേവാലയത്തിൽ പ്രവേശിച്ചു, പതിവ് പോലെ അവൻ ഒലിവുമലയിലേക്ക് പോയി. ഇങ്ങനെ 4 പതിവുകളെ കുറിച്ച്, ക്രിസ്തുവിന്റെ പതിവുകളെ കുറിച്ച് ബൈബിളിൽ പറയുന്നു. മറ്റൊരുപാട് പതിവുകളെ കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ 4 പതിവുകളെ കുറിച്ച് പറയുന്നു. ഈ പതിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പതിവാണ് പാരമ്പര്യം. പാരമ്പര്യം എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും അവതരിപ്പിക്കുന്നത് ചരിത്രമാണ്. ഇന്നലകളിൽ നടന്ന കാര്യങ്ങള് ചരിത്രവും ഇന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങള് പാരമ്പര്യവുമാണ്. പരമ്പര വേറെ, പാരമ്പര്യം വേറെ. അപ്പൊ ചരിത്രപരമായ കാര്യങ്ങളെ എടുത്തിട്ട് പാരമ്പര്യമാണ് എന്ന് പറയാനായിട്ടുള്ള ത്വര വ്യക്തി എന്നുള്ള നിലയിലും സമൂഹം എന്നുള്ള നിലയിലും നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് പാരമ്പര്യം? എൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തില് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ കാത്തു സൂക്ഷിക്കുന്ന രീതികളാണ്, ശൈലികളാണ്, അല്ലെങ്കിൽ തുടർ പ്രക്രിയകളാണ്. അപ്പോ എൻ്റെ പതിവ് എന്താണ്? എൻ്റെ പാരമ്പര്യം എന്താണ്? ക്രിസ്തുവിന്റെ പാരമ്പര്യം പഠിപ്പിക്കലുമായി ബന്ധപ്പെട്ടതാണ്, ദൈവിക തിരുനാളുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പ്രാർത്ഥനയുമായി, ഒലിവുമലയിലേക്കുള്ള പോക്ക്, ഏകാന്തതയിലുള്ള പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പഠിപ്പിക്കുക, അതുപോലെ തന്നെ തിരുനാളിൽ സംബന്ധിക്കുക, ദേവാലയത്തില് സാബത്ത് ദിവസം പോവുക, അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മലയിലേക്ക് പ്രവേശിക്കുക. ഈ 4 പാരമ്പര്യങ്ങള് സ്വന്തമാക്കാനായിട്ട് നമുക്കൊക്കെ ബാധ്യതയുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. പതിവനുസരിച്ച് അവൻ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ പതിവുകളെ ഒന്ന് ധ്യാനിക്കേണ്ടതാണ്. അടുത്തതായിട്ട് എന്താണ് കർത്താവിന്റെ ക്രെഡിബിലിറ്റി എന്നിവിടെ പറയണം. ഈശോയുടെ ക്രെഡിബിലിറ്റി എന്താ? ഒറ്റ കാര്യമുള്ളൂ, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേലുണ്ട് എന്നുള്ളത്. സത്യത്തില് പുരോഹിതരും സന്യസ്തരും ഒക്കെ കർത്താവിന്റെ ആത്മാവ് കൊണ്ട് ജീവിക്കേണ്ടവരാണ്. കർത്താവിന്റെ ആത്മാവ് അവരുടെ മേലുണ്ട് എന്നുള്ളതായിരിക്കണം അവരുടെ ക്രെഡിബിലിറ്റി. ഒരു ചെറിയ തമാശ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ 2002 മുട്ടത്തിപ്പറമ്പ് പള്ളിയിലെ വികാരിയായിരുന്നു. ആദ്യമായിട്ട് ഒരു പള്ളിയിലെ വികാരിയായിരിക്കുന്ന സമയം ചേർത്തല തന്നെയാണത്. ആ കാലഘട്ടത്തിലാണ് ഇടയന്ത്രത്ത് പിതാവ് മെത്രാഭിഷേകം സ്വീകരിച്ച് രൂപതയുടെ ചുമതലയിൽ വന്നത്. എനിക്ക് പിതാവിനെ അത്ര വലിയ പരിചയമൊന്നുമില്ല. ഒരു ദിവസം അരമനയിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ പിതാവ് പേരെന്താന്നൊക്കെ ചോദിച്ചു, പരിചയപ്പെട്ടു. നമുക്ക് മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. മുറിയിലേക്ക് പോയി. അവിടെ ചെന്ന് എൻ്റെ ഫയല് എടുത്ത് പരിശോധിച്ചിട്ട് പിതാവ് പറഞ്ഞു, നമുക്ക് ഹയർ സ്റ്റഡീസിന് പോയാലോ പീറ്റർ അച്ഛാ? ഞാൻ പറഞ്ഞു, പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പറഞ്ഞ പിതാവ് എന്താ വേണ്ടേ? അപ്പൊ അല്ല, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. ഞാനൊരു പ്രപ്പോസൽ വെച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്രപ്പോസൽ ഉണ്ട്. എൻ്റെ 3 വർഷത്തെ പൗരോഹിത്യം ഏറെക്കുറെ പൂർണ്ണമാകാൻ പോവുകയാണ്. ഈ 3 വർഷത്തെ പൗരോഹിത്യത്തിനോടിടയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ കണ്ട കാര്യങ്ങളെ കുറിച്ച് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പഠിക്കാനായിട്ട് അവസരമുണ്ട്. അപ്പൊ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ
ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാമെന്ന് വിചാരിക്കാം. അപ്പൊ പിതാവ് ചോദിച്ചു എന്തിനെ കുറിച്ച് ഉദ്ദേശിച്ചു. ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളാണ് ഇപ്പൊ എന്റെ മേജർ പ്രശ്നങ്ങൾ. ഒന്ന്, തുന്നല് എനിക്കറിയില്ല, കീറിയ തുണി തുന്നാൻ എനിക്കറിയില്ല. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്, അതിനെക്കുറിച്ചൊന്ന് പഠിക്കണമെന്നുണ്ട്. മറ്റൊന്ന്, പാചകം അറിയില്ല, അപ്പൊ അതൊന്ന് പഠിക്കണമെന്നുണ്ട്. ഈ 2 വിഷയത്തില് ഹയർ സ്റ്റഡീസിന് വല്ല സാധ്യതയുണ്ടെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ്. മറ്റുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിക്കണമെന്ന് മനസ്സുണ്ടെങ്കിൽ ഒരിടത്തും പോകാതെ തന്നെ പഠിക്കാനുള്ള സകല സാധ്യതകളും ഈ മോഡേൺ ആധുനിക കാലത്തുണ്ട് എന്നത്. പിതാവ് പറഞ്ഞു ആക്കിയതാണല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെറുതായിട്ട് എന്ന്. ഏതായാലും എന്നെ ഹയർ സ്റ്റഡീസിന് വിടാനുള്ള തീരുമാനം അതോടുകൂടി ഇല്ലാതായി. പിന്നെ അവർ ഹയർ സ്റ്റഡീസിന് പോയിട്ടില്ല. പക്ഷെ ഞാൻ പഠിക്കാവുന്നതിന്റെ പരമാവധി പഠിച്ചുകൊണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടായിരിക്കും. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്, എന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഡോക്ടറേറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കഴിവുകളുണ്ടോ, അല്ലെങ്കിൽ സമ്പാദ്യമുണ്ടോ, സൗന്ദര്യമുണ്ടോ, ഇത് ആണ് നമ്മുടെ ക്രെഡിബിലിറ്റി എന്ന് നമ്മൾ വിചാരിക്കരുത്. പൗരോഹിത്യത്തിൽ തന്നെ എന്തെങ്കിലും ആകണം, പുരോഹിതനായാൽ പോരാ, പുരോഹിതനിൽ എന്തെങ്കിലും ആകണം എന്നോർത്ത് നടക്കുന്ന പൗരോഹിത്യങ്ങളുണ്ട്. സന്യാസി ആയാൽ പോരാ, സന്യാസിയിൽ തന്നെ എന്തെങ്കിലും ആകണം, മറ്റേതെങ്കിലും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം എന്നൊക്കെ വരുമ്പോൾ സന്യാസവും പൗരോഹിത്യവും ഒക്കെ അവമതിക്കപ്പെടുകയാണ്. കർത്താവിന്റെ ആത്മാവ് ഉള്ളവർക്കൊന്നും ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഹയർ സ്റ്റഡീസിന് വിട്ടില്ല, വിദേശത്ത് വിട്ടില്ല, അല്ലെങ്കിൽ ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ വിചാരിച്ച പോസ്റ്റ് കിട്ടിയില്ല, ഇങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ ഇന്ന് സന്യാസത്തിനെയും പൗരോഹിത്യത്തെയും വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക. എന്നെ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല, എന്നോട് വേണ്ട പരിഗണനയില്ല, എൻ്റെ കൂടെ ഒരു കഴിവില്ലാത്ത ആൾക്കാർക്കൊക്കെ പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ട്. ഇതൊക്കെ സന്യാസത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും ഒക്കെ മുൾക്കിരീടങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കർത്താവിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു എന്നുള്ളത്. കർത്താവിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടതാണ് എല്ലാ മ്ലേച്ഛതകളുടെയും, പൗരോഹിത്യ മ്ലേച്ഛകളുടെയും എല്ലാ സന്യാസ പ്രശ്നങ്ങളുടെയും അടിത്തറ എന്നാണ് ഈ ഉള്ളവന്റെ വിചാരം. അത് എൻ്റെ വിചാരം മാത്രമാണ്. തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, നിങ്ങളാണ് അതിന് വിധി കൽപ്പിക്കേണ്ടത്. കർത്താവിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ ഗൗരവം ഉണ്ടാകില്ല എന്നാണ് എൻ്റെ വിചാരം. അപ്പൊ ഒന്നാമതായിട്ട് കർത്താവിന്റെ ആത്മാവ് ഉണ്ടാകണം. അങ്ങനെ ആത്മാവില്ലാത്ത പുരോഹിതനും ആത്മാവില്ലാത്ത സന്യസ്തരും നിലനിന്നിട്ട് കാര്യമൊന്നുമില്ല. അവരൊന്നും അച്ഛനോ കന്യാസ്ത്രീ ആവാതിരിക്കുന്നതാണ് നല്ലത്. ആയാൽ തന്നെ അതൊരു ബാധ്യതയായിട്ട് മാറും, സഭയ്ക്ക് അതൊരു പ്രശ്നമായിട്ട് മാറും, തമ്പുരാന് അതൊരു കീറാമുട്ടിയായിട്ട് മാറും. അപ്പോ കർത്താവിന്റെ ആത്മാവ് ഉള്ളവര് തെരഞ്ഞെടുക്കപ്പെടാനും തെരഞ്ഞെടുക്കപ്പെട്ടവരില് കർത്താവിന്റെ ആത്മാവ് നിലനിൽക്കാനും ഉള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ എല്ലാ വൈദികരും സന്യസ്തരും പ്രാർത്ഥിക്കേണ്ടത് കർത്താവിന്റെ ആത്മാവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെ. ഇനി ഈ കർത്താവിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ദൗത്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ദരിദ്രർക്ക് സുവിശേഷം കൊടുക്കുക, അതിനു വേണ്ടിയിട്ടാണ് അഭിഷേകം ചെയ്യപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഭിഷേകത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാമല്ലോ. അഭിഷേകത്തെ കുറിച്ച് ഈ നവീകരണത്തിലേക്ക് വന്ന മനുഷ്യര് ഏറെ ധ്യാനിക്കേണ്ടതാണ്. അല്പം തരക്കേടില്ലാത്ത ഒരു പ്രസംഗം കേട്ട് കഴിയുമ്പോൾ നമ്മൾ പറയും നല്ല അഭിഷേകമുള്ള ടോക്കായിരുന്നു, നല്ല അഭിഷേകമുള്ള വചനമായിരുന്നു, നല്ല അഭിഷേകമുള്ള ക്ലാസ് ആയിരുന്നു, നല്ല അഭിഷേകമുള്ള മനുഷ്യനാണ്. എന്താ ഈ അഭിഷേകം? അഭിഷേകം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു എന്നുള്ള വാക്കിനാണ് പലപ്പോഴും നവീകരണത്തിൽ വന്നവർ ഉപയോഗിക്കുക. തെറ്റായ ഒരു പദപ്രയോഗം. അഭിഷേകം എന്ന് പറയുന്നത് അതിന്റെ ഭാഷ അർത്ഥം നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിക്കണമെങ്കിൽ രാജാക്കന്മാരുടെ, അല്ലെങ്കിൽ തെറ്റാണ്, ചക്രവർത്തിമാരുടെ പട്ടാഭിഷേകത്തെ കുറിച്ച് പഠിക്കണം. ഒരു രാജാവ്, മന്ത്രി സ്ഥാനമേൽക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ്. ഒരു രാജാവ് സ്ഥാനമേൽക്കുന്നത് ആ കിരീടം വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ആ കസേരയിൽ ഇരുന്നു കൊണ്ടുമാണ് സ്ഥാനമേൽക്കുന്നത്. എന്നാല് രാജാക്കന്മാരുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചക്രവർത്തി, ഒട്ടേറെ രാജാക്കന്മാരുടെ അധിപൻ,
അതിനെയാണ് ചക്രവർത്തി എന്ന് പറയുന്നത്. ചക്രവർത്തിയുടെ അഭിഷേകം, ചക്രവർത്തി സ്ഥാനമേൽക്കുന്നതിനെ പറയുന്ന പേരാണ് അഭിഷേകം. ആ അഭിഷേകം ഭാരത സങ്കല്പം അനുസരിച്ച് പല പുണ്യനദികളിൽ നിന്ന് കൊണ്ടുവന്ന ജലവും ഒട്ടേറെ പ്രാർത്ഥനകളും ഒക്കെ കൊടുത്ത് അതിലൂടെ ഒക്കെ ഈ വ്യക്തിയെ ശുദ്ധീകരിച്ച് അവനെ അഭിഷേകം ചെയ്യണം. വിശേഷ തൈലം കൊണ്ട് പൂശുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. അപ്പോൾ അവന്റെ ശുദ്ധീകരണ പൂജകളൊക്കെ ചെയ്ത് അവനെ ശുദ്ധീകരിച്ച് അവനെ തൈലം പൂശി ചുമതലയേൽപ്പിക്കുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. അപ്പൊ ദയവ് ചെയ്ത് നവീകരണത്തിലേക്ക് വന്നവരാണ് കൂടുതൽ ആ തെറ്റ് വരുത്തുക. അഭിഷേകമുള്ള പ്രസംഗമായിരുന്നു എന്ന് ഒരിക്കലും പറയരുത്. തെറ്റായ പ്രയോഗമാണ്. അഭിഷേകം വ്യക്തിക്കാണ് കിട്ടുക. അത് ആ അഭിഷേകം കിട്ടിയവരാണ് എല്ലാവരും, എല്ലാ ക്രിസ്ത്യാനികളും, എല്ലാവരും അല്ല, എല്ലാ എല്ലാ കത്തോലിക്ക സഭാംഗങ്ങള് അല്ലെങ്കിൽ എല്ലാ ശരിയായ മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കും ഈ അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അഭിഷേകം ചെയ്യപ്പെട്ടവരാണല്ലോ, എല്ലാവരും അഭിഷേകം ചെയ്യപ്പെട്ടവരാ, തൈലത്തിന്റെ അഭിഷേകം കിട്ടിയവരാ. ഈ അഭിഷേകം കിട്ടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? പുരോഹിതരും സന്യസ്തരും മാത്രമല്ല അഭിഷേകം കിട്ടിയവര്, എല്ലാവരും അഭിഷേകം കിട്ടിയവര്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക, പൗരോഹിത്യം 2 തരമുണ്ട്. ഒന്ന് പൊതുവായ പൗരോഹിത്യവും മറ്റൊന്ന് ശുശ്രൂഷ പൗരോഹിത്യവും. പൊതുവായ പൗരോഹിത്യം എന്ന് പറയുന്നത് അവര് ആയിരിക്കുന്ന സ്ഥലത്ത്, വീട്ടില്, ജോലി സ്ഥലത്ത്, അവനായിരിക്കുന്ന മേഖലയില് പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നീ ത്രിവിധ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകുമ്പോൾ അത് പൊതുപൗരോഹിത്യമാകും. അതേസമയം ഇതേ ദൗത്യം പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക, ഈ 3 ദൗത്യങ്ങള് അയക്കപ്പെട്ടിടത്ത് ചെയ്യുമ്പോൾ, എവിടെയാണോ അയക്കുന്നത്, ഏത് ഓണംകാറ മൂലയിലായിക്കോട്ടെ, എവിടെയാണോ അയക്കുന്നത്, ആ അയക്കപ്പെടുന്ന സ്ഥലത്ത് ഈ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ അത് ശുശ്രൂഷ പൗരോഹിത്യമാണ്. അപ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഈ അഭിഷേകം ചെയ്യപ്പെട്ട എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്തമാണ് ദരിദ്രരെ സുവിശേഷം അറിയിക്കുക. നമ്മുടെ ഈ വചന വായന ശുശ്രൂഷകളിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അഭിഷേകത്തിന്റെ ഉത്തരവാദിത്തമാണ്. ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുക, ബന്ധിതർക്ക് മോചനം കൊടുക്കുക, അന്ധർക്ക് കാഴ്ച കൊടുക്കുക, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുക. സമയത്തിന്റെ അപര്യാപ്തതയില് ഈ ദൗത്യങ്ങളെ കുറിച്ച് നമുക്ക് സ്വയം ധ്യാനിക്കാം. ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാനായിട്ടും, ബന്ധിതരെ മോചിപ്പിക്കാനായിട്ടും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ടും, കർത്താവിന്റെ മത്സരം പ്രഖ്യാപിക്കാനായിട്ടും പൊതു അഭിഷേകം കിട്ടിയ നമുക്കും പ്രത്യേക അഭിഷേകം കിട്ടിയ വൈദികർക്കും സന്യസ്തർക്കും ഉണ്ട് എന്നുള്ളതാണ് ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നത്. അതിനുള്ള കൃപ പൊതുപൗരോഹിത്യം സ്വീകരിച്ച നമുക്കും പ്രത്യേക ശുശ്രൂഷ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന വൈദികർക്കും സന്യസ്തർക്കും ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമൂഹത്തിന് ഉതപ്പുകൾ ഉണ്ടാക്കുന്ന വൈദികരെയും സന്യസ്തരെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരണം നല്ലത് ചീഞ്ഞാല് നാറ്റം കൂടുതലായിരിക്കും, നല്ലത് ചീഞ്ഞാല് നാറ്റം കൂടുതലായിരിക്കും. എന്നും എക്കാലത്തും പൗരോഹിത്യത്തെയും സന്യാസത്തെയും ഒക്കെ മാനിക്കുന്ന ഒരു സംസ്കൃതിയിലാണ് നമ്മൾ ജീവിക്കുക. ഇന്നും അതിന് അന്യം വന്നു പോയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു പുരോഹിതനോ സന്യസ്തയോ പിഴച്ചു പോയാല് അത് വാർത്തയാകുന്നത് അവർക്ക് ഔന്നത്യമുള്ളത് കൊണ്ട് തന്നെ. അത് വാർത്തയാകാതിരുന്നാൽ ആ സംസ്കാരം തെറ്റിയെന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും ഇന്നത് വാർത്തയാണ്. അത് വാർത്തയാകുന്നതിന്റെ കാരണം അവർക്ക് ആദരവുള്ളത് കൊണ്ട് തന്നെ. തീർച്ചയായിട്ടും അവരുടെ ഉതപ്പുകൾ സമൂഹത്തിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉതപ്പുകൾ ഉണ്ടാക്കുന്ന വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മാനുഷികമായ ബലഹീനതകൾ അവരിൽ നിന്ന് മാറ്റി കർത്താവിന്റെ ആത്മാവ് കൊണ്ട് ശക്തിപ്പെടാനായിട്ട് എല്ലാ വൈദികരെയും സന്യസ്തരെയും പ്രത്യേകമായ വിധത്തിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം നിശബ്ദമായി പ്രാർത്ഥനയിലായിരിക്കും.